നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണേ. അപ്പോ സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. മാക്സിമം റിലേറ്റഡ് ഫാക്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഏകദേശം ഒരു 100ഓളം ഫാക്ട്സ് ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ പോകുന്നുണ്ട്. എന്തായാലും ക്ലാസ് മുഴുവനായിട്ടും കാണുക. വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ് ആണേ. ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിന്റെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാറുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ് ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ചത്. അപ്പൊ കുറച്ച് ശാസ്ത്രജ്ഞരും അവരുടെ കോൺട്രിബ്യൂഷൻസ്, ഫിസിക്സുമായി ബന്ധപ്പെട്ട അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് നോക്കിയാലോ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൺ തന്നെയാണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. അപ്പൊ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ഐസക് ന്യൂട്ടൺ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യൂ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ അഗസ്റ്റിൻ ഫ്രെണൽ, ബി ഹെൻറിച്ച് ഹെർട്സ്, സി ക്രിസ്റ്റ്യൻ ഹൈജൻസ്, ഡി ഐസക് ന്യൂട്ടൺ. ഒന്നുകൂടെ പറയാം. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ ഹെൻറിച്ച് ഹെർട്സ്, ബി അഗസ്റ്റിൻ ഫ്രെണൽ, സി ക്രിസ്റ്റ്യൻ ഹൈജൻസ്, ഡി ഐസക് ന്യൂട്ടൺ. താഴെ ഒന്ന് പറഞ്ഞേക്കണേ. ഇനി ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോമർ ആണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത്. പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആരാണ്? ECG സുദർശൻ ആണ്. ECG സുദർശൻ. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LGSന്റെ പുതിയ ബാച്ച് ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, മെന്റൽ എബിലിറ്റി, സയൻസ്, സിലബസിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അഡീഷണൽ ആയിട്ട് ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ, പഴയ SCRT, പുതിയ SCRT ചാപ്റ്റർ വൈസ്. അപ്പോൾ എന്റെ മെന്റർഷിപ്പിൽ പോകുന്ന ബാച്ചാണ്. ഞാനാണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കയ്യിൽ തരും. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പഠിക്കാനുള്ള പോർഷൻ. ഒരു ദിവസം ഒരു 2 hours അല്ലെങ്കിൽ മാക്സിമം 2.5 hours മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് പോർഷൻസ് ഇടാൻ പറ്റത്തില്ല. ജോയിൻ ചെയ്തേക്കുന്ന കൂടുതൽ ആൾക്കാരും ഈ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ പഠനത്തിൽ ഗ്യാപ്പ് വന്ന വീട്ടമ്മമാർ, പിന്നെ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിൽ പഠിക്കുന്ന ആൾക്കാര്, അതുപോലെ സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെ വന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്റെ മെന്റർഷിപ്പിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത PDF നോട്ട്സ് പ്രിന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. വിത്ത് എക്സാംസ് ആണ്. എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടതായി വരാത്ത രീതിയിലുള്ള ബാച്ച് ആയിരിക്കും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ആപ്പിൽ തന്നെ ഡയറക്ട്ലി എന്നോട് ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫെസിലിറ്റിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. പിന്നെയും കുറെ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻസും കാര്യങ്ങളും. നിങ്ങൾ ഒന്നും തളർന്നു പോവാതെ എപ്പോഴും നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ആപ്പിൽ കയറി ജോയിൻ ചെയ്യൂ. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ലിമിറ്റഡ് സീറ്റ്, കുറച്ച് സീറ്റും കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിപതനം ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. എൻഡോസ്കോപ്പി, CT സ്കാൻ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഏതൊക്കെയാണ്? എൻഡോസ്കോപ്പിയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും ആണ്. എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപതനം. അപ്പൊ എന്താണ് ഈ ക്രിട്ടിക്കൽ കോൺ എന്ന് വെച്ചാൽ?
പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയം നടക്കാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിപതനം. അപ്പൊ ഈ ഒപ്റ്റിക് ഫൈബർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എന്താ? ഗ്ലാസ് നാരുകളാണ്. ഗ്ലാസ് നാരുകൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നരീന്ദർ സിംഗ് കപാനി. നരീന്ദർ സിംഗ് കപാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ അതും പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം എന്താണ്? പൂർണ്ണാന്തരിക പ്രതിപതനമാണെന്ന് ഓർക്കുക. അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കാൻ കാരണവും എന്ന് തന്നെയാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഓക്കെ, കിട്ടിയല്ലോ ഇത്രയും ചോദ്യം. അടുത്തത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദവേഗതയുടെ ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏത്? ഏറ്റവും കൂടുതൽ വേഗത ഇവിടെ തന്നിരിക്കുന്നതിൽ ഗ്ലാസ് ഗ്രേറ്റർ ദാൻ ജലം ഗ്രേറ്റർ ദാൻ വായു ഗ്രേറ്റർ ദാൻ ശൂന്യത. അപ്പൊ ശൂന്യതയിലാണ് വളരെ കുറവ്. ഇതിൽ തന്നിരിക്കുന്നതിൽ കൂടുതൽ ഏതിനാണ്? ഗ്ലാസിനാണ്. അപ്പൊ ശബ്ദത്തിന്റെ 3 സവിശേഷതകൾ ഏതൊക്കെയാ? ഉച്ചത, സ്ഥായി, ഗുണം. ഉച്ചത എന്നാൽ ലൗഡ്നെസ്, സ്ഥായി എന്നാൽ പിച്ച്, ഗുണം എന്നാൽ ക്വാളിറ്റി. ശബ്ദത്തിന്റെ 3 സവിശേഷതകൾ ഏതൊക്കെയാണ്? ഉച്ചത, സ്ഥായി, ഗുണം. ഉച്ചത ലൗഡ്നെസ് എന്നാൽ എന്താണ്? ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനത്തെയാണ് ഉച്ചത, ലൗഡ്നെസ് അല്ലെങ്കിൽ തീവ്രത എന്ന് പറയുന്നത്. ഈ ഉച്ചത ഏതൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയുമാണ് ഉച്ചത ആശ്രയിച്ചിരിക്കുന്നത്. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെസിബൽ ആണ്. ശബ്ദ മലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ്. ഡെസിബൽ ഓർക്കുക. എന്താണ് ഈ ഡോപ്ലർ ഇഫക്റ്റ്? കേൾവിക്കാരന്റെയോ ശബ്ദ സ്രോതസ്സിന്റെയോ ആപേക്ഷിക ചലനം മൂലം ശബ്ദത്തിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഇത് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഡോപ്ലർ ആണ്. ഇനി രണ്ടാമത്തെ സവിശേഷത സ്ഥായി ആണെന്ന് പറഞ്ഞു. സ്ഥായി അഥവാ പിച്ച് എന്നാൽ എന്താ? ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. ഈ സ്ഥായി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉച്ചത കമ്പന ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി അതുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉച്ചത ബന്ധപ്പെട്ടിരിക്കുന്നത്. ആവൃത്തിയുമായിട്ട് ഫ്രീക്വൻസിയുമായിട്ടാണ് എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്ഥായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത അഥവാ സ്ഥായിയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദത്തിന് എന്ത് കൂടുതലാണ്? കൂർമ്മത അഥവാ സ്ഥായി കൂടുതലാണെന്ന് ഓർക്കുക. ഇനി അടുത്തത് ഗുണം അഥവാ ക്വാളിറ്റി ആണ് അടുത്ത സവിശേഷത. എന്താണ് ഗുണം? ഒരേ സ്ഥായിയും ഉച്ചതയുമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിവിധ ശബ്ദ സ്രോതസ്സുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷതയാണ് ഗുണം അഥവാ ക്വാളിറ്റി. 2 വ്യക്തികൾ തമ്മിലോ 2 സംഗീത ഉപകരണങ്ങൾ തമ്മിലോ ഉള്ള ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഗുണമാണെന്ന് ഓർക്കുക. ഗുണം. ഓക്കെ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തി ഏതാണ്? 20 ഹെർട്സ്. ഏറ്റവും കൂടിയ ആവൃത്തി 20,000 ഹെർട്സ്. അപ്പൊ മനുഷ്യന്റെ ശ്രവണ പരിധി എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പറയാം? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ്. 20,000 ഹെർട്സിന് 20,000 ഹെർട്സ് എന്ന് കൊടുക്കുന്നതിന് പകരം 20 കിലോ ഹെർട്സ് എന്ന് തന്നിരിക്കും. അപ്പൊ അത് കണ്ട് പേടിക്കരുത്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ തന്നെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയുടെ ഏതു ഭാഗത്താണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്? കേന്ദ്രത്തിലാണ് ഭൂഗുരുത്വാകർഷണ ബലം 0 ആവുന്നത് കേന്ദ്രത്തില്. ഓക്കെ, അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. ഡയമെൻഷണൽ ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. എങ്ങനെ ചേരുംപടി ചേർക്കാം? ത്വരണം L(T)⁻², ബലം M(T)⁻², പ്രവൃത്തി ML²T)⁻². ഇത് കണ്ടുപിടിക്കാൻ അറിയാമോ? ഞാൻ പ്രവൃത്തി പറഞ്ഞു തരാം കേട്ടോ. പ്രവൃത്തി എന്ന് പറയുമ്പോൾ വർക്ക് എന്ന് പറയുന്നത് F(S) അല്ലേ, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F=ma ആണ്. അപ്പോ എഫിന് പകരം ഞാൻ ma എന്ന് കൊടുത്തു. പിന്നെ എന്തുണ്ട്? S ഉണ്ട്. അപ്പോ M എന്ന് പറയുന്നത് മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ M ഉപയോഗിച്ചിട്ടാണ് ഡയമെൻഷണൽ ഫോർമുലയിലെ. നമുക്ക് ആക്സിലറേഷനെ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഈ ഡിസ്റ്റൻസിനെ പ്രതിനിധീകരിക്കുന്നത് L എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ടൈം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ T സ്ക്വയർ. ടൈം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ T ഇൻറ്റു
ഡിസ്പ്ലേസ്മെന്റും എന്ത് തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റും ലെങ്ത് തന്നെയല്ലേ, അപ്പോൾ എൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെ വരും, എം എൽ രണ്ടെണ്ണം ഉണ്ട്, എൽ സ്ക്വയർ. ഈ ടി എന്ന് പറയുന്ന താഴെ കിടക്കുമല്ലേ, ടി സ്ക്വയർ 1/t² ആണ് അല്ലെ. 1/t² മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും, t⁻², t⁻². ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പ്രവൃത്തിയുടെ ഡയമെൻഷണൽ ഫോർമുല ml² t⁻² എന്ന് വരുന്നത്. ത്വരണം അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ത്വരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ t², അതായത് l/t². അപ്പോ l t⁻². ഇനി ബലം എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് എന്ന് പറയുന്നത് MA ആണ്. MA എന്ന് പറയുന്നത് ക്യാപിറ്റൽ M കൊടുത്തു, എ എന്ന് പറഞ്ഞാൽ l/t² അല്ലേ, അപ്പോൾ ml t⁻², അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ശബ്ദത്തിന്റെ പ്രതിധ്വനി 2 സെക്കൻഡിനുള്ളിൽ കേട്ടു. ശബ്ദവേഗത 342 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്രയാണ്? 342 മീറ്റർ ആണ്. അപ്പൊ പ്രതിധ്വനി കേൾക്കുന്നത് അവിടെ പോയി തട്ടി തിരിച്ചു വരുമ്പോഴല്ലേ, അത് 2 സെക്കൻഡ്, അങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ്, ഇങ്ങോട്ട് പോകാൻ 1 സെക്കൻഡ്. അപ്പൊ 2 സെക്കൻഡിനുള്ളിലാണ് ശബ്ദം കേട്ടേക്കുന്നത്. അപ്പൊ വേഗത പെർ സെക്കൻഡിൽ 342 ആണെങ്കിൽ എത്രയാണ് ദൂരം? അതായത് ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്രയാണ്? 342. 1 സെക്കൻഡിൽ 342 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ ഡിസ്റ്റൻസ് ആണ് 342 മീറ്റർ. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രതിധ്വനി? ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. വായുവിൽ പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ കുറഞ്ഞ ദൂരം എത്ര? 17 മീറ്റർ ആണ്. 17 മീറ്റർ. ഈ സിനിമാ തിയേറ്ററിലൊക്കെ ചുമരുകൾ പരുവരുത്തതായിട്ട് അല്ലെങ്കിൽ പരുക്കനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിന് കാരണം എന്താണ്? പ്രതിധ്വനി ഒഴിവാക്കാനാണ്. പ്രതിധ്വനി ഒഴിവാക്കാൻ. അപ്പൊ ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ഒരു ശാസ്ത്ര ശാഖയെ വിളിക്കുന്ന പേര്, അതായത് കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപാന്തരപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അക്കൗസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. ഓർക്കുക, അപ്പോ ആദ്യം ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം മൈക്രോവേവ് ഓവൻ ആണ്. മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ്സ് ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഫിലമെന്റ് ബൾബിൽ വൈദ്യുതിയുടെ താപഫലമാണ്. വൈദ്യുത ഹീറ്ററിലെ വൈദ്യുതിയുടെ താപഫലമാണ്. വൈദ്യുത ഇസ്തിരിപ്പെട്ടിയിലെ വൈദ്യുതിയുടെ താപഫലമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഊർജ പരിവർത്തനങ്ങൾ നോക്കിയാലോ? ഊർജ പരിവർത്തനം എന്ന് പറയുമ്പോൾ എനർജി കൺവേർഷൻസ് ആണ്. നോക്കാം. അയൺ ബോക്സ് അഥവാ ഇസ്തിരിപ്പെട്ടിയിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജം താപോർജമായി കൺവേർട്ട് ആകുന്നു. ഇലക്ട്രിക് ഹീറ്ററിലും അത് തന്നെയാണ്. വൈദ്യുതോർജം താപോർജമായി കൺവേർട്ട് ആകുന്നു. ബാറ്ററിയിലാണെങ്കിലോ രാസോർജമാണ് വൈദ്യുതോർജമായി കൺവേർട്ട് ആകുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രകാശോർജം രാസോർജമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫാനില് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടോറിലാണെങ്കിൽ വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. അപ്പൊ തിരിച്ചാകുന്നത് ഏതിലാ? ഡൈനാമോയിലാണ്. യാന്ത്രികോർജം വൈദ്യുതോർജമായി കൺവേർട്ട് ആകുന്ന ഏതിനകത്താണ്? ഡൈനാമോയിലാണ്. അടുത്ത ചോദ്യം. വെക്ടർ അഥവാ സദിശ അളവ് അല്ലാത്തത്. സദിശം എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്ഷനും ഉണ്ടാകും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും. ഇതിൽ ഏതാ അല്ലാത്തത്? വേഗത, സമയം മുതലായവയൊക്കെ അദിശ അളവുകളാണ്. ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉള്ളതാണ് സദിശ അളവ്. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, ആക്കം, മൊമെന്റം, ത്വരണം, ആക്സിലറേഷൻ, ഇവയൊക്കെ എന്താണ്? സദിശ അളവുകളാണ്. അദിശം എന്ന് പറയുമ്പോഴത്തേക്കും മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ, ഡയറക്ഷൻ കാണത്തില്ല. ഈ മാഗ്നിറ്റ്യൂഡിനെ മലയാളം എന്താ? പരിമാണം. പരിണാമമല്ല, പരിമാണം എന്നതാണ്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകൾ അദിശ അളവുകൾ അഥവാ സ്കെയിലർ ക്വാണ്ടിറ്റി. ഉദാഹരണം ഓർത്തു വെച്ചോ. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, പ്രവൃത്തി, വേഗത, വ്യാപ്തം, സാന്ദ്രത, ഇവയൊക്കെ എന്താണ്? അദിശ അളവുകളാണ്. സദിശ അളവ് എന്ന് പറയുമ്പോൾ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകൾ. വെക്ടർ ക്വാണ്ടിറ്റി. ഉദാഹരണം പറഞ്ഞ ബലം, ആക്കം, സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം. ഉദാഹരണം പറഞ്ഞ ത്വരണം, ബലം, ആക്കം, പ്രവേഗം, സ്ഥാനാന്തരം മുതലായവയാണ്. അടുത്ത ചോദ്യം. ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നത് എന്ത്? ത്വരണമാണ് സ്ഥിരമായി നിൽക്കുന്നത്. ത്വരണം അഥവാ ആക്സിലറേഷൻ ആണ് സ്ഥിരമായി നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഈ ത്വരണം അഥവാ ആക്സിലറേഷൻ? ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിന്റെ നിരക്കിന് പറയുന്ന പേരാണ് ത്വരണം അഥവാ ആക്സിലറേഷൻ. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലി ആണ്. ഗലീലിയോ ഗലീലി. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ്?
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണത്തിന്റെ യൂണിറ്റ്. ഈ ത്വരണം രണ്ട് ടൈപ്പ് ഉണ്ട്. മന്ദീകരണം, അതായത് നെഗറ്റീവ് ആക്സിലറേഷനും ഉണ്ട്, അല്ലാത്ത ആക്സിലറേഷനും ഉണ്ട്. മന്ദീകരണം അഥവാ നെഗറ്റീവ് ത്വരണം, റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം. പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണമാണ് മന്ദീകരണം എന്നറിയപ്പെടുന്നത്. മന്ദീകരണത്തിന്റെ യൂണിറ്റും സെയിം തന്നെയാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡുകളല്ല. AC യെ DC ആക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡാണ്. ഡയോഡ് അല്ല എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഡയോഡാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ട്രാൻസ്ഫോമർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ ആണ്. ബാക്കിയൊക്കെ പാസ്കൽ നിയമം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്താണ് ഈ പാസ്കൽ നിയമം? നിശ്ചലാവസ്ഥയിലുള്ള ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്ന തത്വമാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമമാണ്. ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമമാണ്. PSC കഴിഞ്ഞ VFA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം എന്താണെന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? പാസ്കൽ നിയമമാണ്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ബോയിൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാ? ആർക്കിമിഡീസ് തത്വമാണ്. ആർക്കിമിഡീസ് തത്വം. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ്. കാരണം എന്താ? അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട്. സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് അവ നന്നായിട്ട് വൈദ്യുതി കടത്തിവിടുന്നത്. വൈദ്യുത ചാലകങ്ങളാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം 100-ലധികം ഫാക്ട്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്തേക്കാമോ? അപ്പൊ കമന്റ് സെക്ഷൻ എപ്പോഴും ആക്റ്റീവായി വെച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ അതുപോലെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞോളാം. ഓക്കെ, അപ്പോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.